ഫാദർ ഫിലിപ്പ് കവിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പമുണ്ട്. ഫാദർ ഫിലിപ്പ് കവിയിൽ, ഫാദർ, ഇന്നിപ്പോൾ സജി ചെറിയാൻ പറഞ്ഞു, ഞാൻ ഒരു രാഷ്ട്രീയ വിഷയം ഉന്നയിക്കുകയായിരുന്നു, പക്ഷേ അതിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, ചില പരാമർശങ്ങൾ മതമേലധ്യക്ഷന്മാരെ വേദനിപ്പിക്കുന്നതുണ്ടായിട്ടുണ്ട്, ആ പദപ്രയോഗങ്ങളെയും ആ പരാമർശങ്ങളെയും പിൻവലിക്കുന്നു, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന്. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ അതിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. പിന്നെ അദ്ദേഹം ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ എനിക്കൊന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മണിപ്പൂരിനെ കുറിച്ച് താങ്കൾ നടത്തിയ പരാമർശങ്ങൾ മതമേലധ്യക്ഷന്മാരെയും സഭയെയും വിഷമിപ്പിച്ചാൽ താങ്കൾ തിരുത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെൻ്റെ തല പോകണം എന്ന് സജി ചെറിയാൻ പറഞ്ഞതായിട്ടൊരു ഭാഗം ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറല്ല. സഭ ഈ ഖേദപ്രകടനത്തെ അംഗീകരിക്കാൻ തയ്യാറാണോ? സഭയ്ക്കുണ്ടായിരുന്ന ആശങ്കയും ആശയക്കുഴപ്പവും മാറിയോ? അതായത് ഇത് മറ്റേതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ, വോട്ട് ബാങ്ക് പ്രീണിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇന്ന് സജി ചെറിയാൻ്റെ വിശദീകരണത്തോടുകൂടി ഇല്ലാതായോ? എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, എന്നെ കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം, പറഞ്ഞോളൂ ഫാദർ. ഓക്കെ, എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ മാപ്പപേക്ഷ ആത്മാർത്ഥമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുന്നു. ഇപ്പോൾ എനിക്ക് പുതിയ അറിവായിരുന്നു ഇപ്പോൾ പറഞ്ഞ അവസാനത്തെ ഭാഗം, അതായത് എൻ്റെ തല പോയാലും ഞാൻ സമ്മതിക്കലെന്ന് പറഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അത് ആത്മാർത്ഥമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലല്ല, ഞാൻ പറഞ്ഞത് അദ്ദേഹം രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലാണ്. ഫാദർ, താങ്കൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ നിലപാടുകളുടെ കാര്യത്തിലാണ്, മണിപ്പൂർ വിഷയത്തിന്റെ കാര്യത്തിലാണ്. അല്ലാതെ മതമേലധ്യക്ഷന്മാരെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനം ആത്മാർത്ഥമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, അതേപോലെ തന്നെ സ്വീകരിക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യമുണ്ട്, ഇന്നലെ വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും KCBCയുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനെയൊരു ഖേദപ്രകടനത്തിന് അദ്ദേഹം തയ്യാറാകേണ്ടി വന്നത് എന്നത് നമ്മൾ മറക്കരുത്. ഞങ്ങൾ കത്തോലിക്കരായിട്ടുള്ള ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളുടെ സമൂഹത്തോടുള്ള രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനങ്ങളെ വളരെ കൃത്യമായിട്ടും വളരെ വ്യക്തമായിട്ടും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഞങ്ങളെ അവഗണിക്കുന്നതും ഏതൊക്കെ തരത്തിലാണ് ഞങ്ങളെ മാറ്റി നിർത്തുന്നതും ഞങ്ങൾ ഇതിനോടകം കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ ഒരു അവഗണനയും മാറ്റി നിർത്തലും അംഗീകരിക്കാൻ തയ്യാറില്ല. ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ക്രൈസ്തവ സമുദായത്തിലെ അംഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ള JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക. ഈ ക്രൈസ്തവ സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും മറ്റ് സമുദായങ്ങളിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളും കർഷകരുമായിട്ടുള്ള ആളുകളുടെ വിഷയങ്ങൾ ഗവൺമെൻറ്റുകൾ ചെവിക്കൊള്ളുക തന്നെ ചെയ്യണം. ഉദാഹരണത്തിന് ഈ മാസം 11-ാം തീയതി തൊട്ട് 22-ാം തീയതി വരെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ അതിജീവന യാത്ര നടത്തി. അതിലെ വിഷയങ്ങൾ ഞങ്ങൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിലും ഗവൺമെൻറ്റിന് മുമ്പിലും അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വന്യജീവി പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ മനുഷ്യരെ രക്ഷിക്കണം. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹൈന്ദവരും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. 2, കർഷകരായിട്ടുള്ള ആളുകൾ ഇവിടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു. നമ്മൾ ഈ സാധാരണക്കാരൻ്റെ വിഷമങ്ങൾ കണ്ടില്ല എന്ന് ഇനി നടിക്കാൻ പറ്റുകയില്ല. 3, ക്രൈസ്തവരുടെ ഇടയിലുള്ള പ്രയാസങ്ങൾ, സാമുദായികമായിട്ടുള്ള അവഗണനകൾ, അവശതകൾ പരിഹരിക്കാൻ വേണ്ടി JB കോശി കമ്മീഷൻ അവതരിപ്പിച്ച റിപ്പോർട്ട് എത്രയും സത്വരമായ നടപടികൾ സ്വീകരിക്കണം. ഫാദർ, ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഫാദർ? താങ്കൾ, എനിക്ക് തോന്നുന്നു താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നതിന് മുൻപാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ പറയുകയായിരുന്നു, ഈ രാജ്യത്ത് ക്രൈസ്തവ വിഭാഗങ്ങളുടെ സംരക്ഷകരായി കാണേണ്ടത് ഞങ്ങളെയാണ്. മുസ്ലിം മത തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ രാജ്യം ഭരിക്കുന്ന ഇതിലെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. അപ്പോൾ ക്രൈസ്തവ സംരക്ഷണം എന്നത് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ്. ഇത് കത്തോലിക്ക സഭ അംഗീകരിക്കുന്നുണ്ടോ? കാരണം സജി ചെറിയാൻ്റെ പ്രധാനപ്പെട്ട വിമർശനം തന്നെ കഴിഞ്ഞ 9 വർഷമായി നരേന്ദ്രമോദി രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് നേരെയായിട്ടുള്ള ആക്രമണങ്ങൾ കൂടി വന്നിരിക്കുന്നു. മണിപ്പൂരിലെ സംഭവങ്ങൾ അപലപനീയമാണ്. അത്തരം വിഷയങ്ങളൊന്നും ഉന്നയിക്കപ്പെടാതെ ആ വിരുന്നിൽ പങ്കെടുത്തതിനെയാണ് വിമർശിച്ചത്. അത് തൻ്റെ രാഷ്ട്രീയ നിലപാടാണെന്നാണ്. എവിടെയാണ് സഭ ഈ വിഷയത്തിൽ നിൽക്കുന്നത്?
ഓക്കെ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ആദ്യ ഭാഗം കേട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പറയൂ ഫാദർ. ഓക്കെ, എനിക്ക് പറയാനുള്ളത് ക്രൈസ്തവ സഭയുടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ നിലപാട് ക്രൈസ്തവനെന്നോ മുസ്ലിമെന്നോ ഹൈന്ദവനെന്നോ വ്യത്യാസം കൂടാതെ, അല്ലെങ്കിൽ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളെന്ന വ്യത്യാസം കൂടാതെ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ പൗരന്മാർക്കും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങൾ ലഭിച്ചേ തീരൂ. അവിടെ എന്തിനാണ് നിങ്ങൾ ക്രൈസ്തവന് പ്രത്യേക അവകാശങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹൈന്ദവന് പ്രത്യേക സംരക്ഷണം എന്ന് പറയുന്നത്? എല്ലാവർക്കും സംരക്ഷണം വേണം, എല്ലാവർക്കും പൗര അവകാശങ്ങൾ ലഭിക്കണം. അത് ലഭിക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ സംരക്ഷണങ്ങൾ ആവശ്യമായി വരുന്നത്. ക്രൈസ്തവൻ എന്ന നിലയിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടണം. മണിപ്പൂരിലെ വിഷയങ്ങൾ അത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്, അത് കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ അതിനെതിരെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പക്ഷേ മറ്റ് വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ പരിഗണിക്കണം. ഈ നാട്ടിൽ സഹിഷ്ണുതയുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭരണഘടന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ഒരു ഭരണഘടന ഇവിടെ എഴുതി വെച്ചത്. അല്ല ഫാദർ, ഞാൻ ചോദിക്കുന്നത് ഈ രാജ്യത്ത് സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നുവെങ്കിൽ ആ കാലം, അങ്ങനെ ഒരു കാലത്തെ സംരക്ഷിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം ഈ രാജ്യത്ത് ആർക്കാണ്? ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കാണത്. അത് അപ്പോൾ ആ കാര്യത്തിൽ സഭയ്ക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഞാൻ മുഴുവൻ കേട്ടില്ല, ഒന്നുകൂടെ ആവർത്തിക്കാമോ? അല്ല, ഞാൻ ഫാദർ പറഞ്ഞതിൽ നിന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു ഫാദർ, അതായത് ആ കാര്യങ്ങളിൽ സഭയ്ക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്, അതായത് ഈ രാജ്യത്തെ കാര്യങ്ങളെല്ലാം ഭദ്രമായി നിൽക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എന്ന ഒരു ഇംപ്രഷനാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരമാണോ സഭയ്ക്കുള്ളത്? കത്തോലിക്ക സമുദായത്തിനുള്ള വിചാരം, ഞങ്ങൾക്ക് അവിടെയും ഇവിടെയും പ്രശ്നങ്ങളുണ്ട്, അത് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നുണ പറയുന്നത് പോലെ ആകും. ഉദാഹരണത്തിന് മണിപ്പൂരുണ്ടായ വിഷയങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതുപോലെ ഇന്ത്യയുടെ മറ്റ് സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെ ചെയ്യണം. ഞങ്ങൾ പ്രധാനമന്ത്രിയുമായി കാണുമ്പോഴും മറ്റ് അവസരങ്ങളിലും ഇതേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സജി ചെറിയാൻ എന്ന മന്ത്രി അധിക്ഷേപിച്ചത് ക്രിസ്തുമസ് എന്ന ഒരു വലിയ ആഘോഷവേളയിൽ ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ പ്രധാനമന്ത്രി ക്രൈസ്തവരായ മേലധ്യക്ഷന്മാരെ, ബിഷപ്പുമാരെയും മറ്റ് നേതാക്കളെയും വിളിച്ചപ്പോൾ പോയതിനെ പറ്റിയാണ് അദ്ദേഹം ആക്ഷേപം നടത്തിയത്. ആ പോയതിൽ എന്തിനാണ് തെറ്റ് കാണുന്നത്? നമ്മളുടെ ഒരു പ്രധാന സംഭവത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇഫ്താർ വിരുന്നുകൾ ഇവിടെ ഈ നാട്ടിൽ നടക്കുന്നില്ലേ? നമ്മളതിന് പോകുമ്പോൾ അവരുടെ മതപരമായ ഒരു കാഴ്ചപ്പാടല്ല അവിടെ ഉള്ളത്. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ല ഒരു മുസ്ലിം സഹോദരൻ്റെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നത്, മറിച്ച് അതിനൊരു സാമൂഹിക മാനമുണ്ട്. നമ്മൾ വിവിധ മതങ്ങളിൽ വിശ്വസിക്കുമ്പോൾ തന്നെയും മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്നവരുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കണം. അത് മുസ്ലിം ആണേലും ക്രൈസ്തവനാണേലും ഹൈന്ദവനാണേലും. പക്ഷേ നമ്മൾ ഒരുമിച്ച് അധിവസിക്കുന്ന ഈ നാട്ടിൽ നമ്മൾക്ക് സാമൂഹികമായ ഒരു സഹിഷ്ണുതയുടെ ജീവിതം കൂടി നമുക്ക് ആവശ്യമാണ്. മറ്റുള്ളവരെ ഇകഴ്ത്തി കാണിക്കാതെ മറ്റുള്ളവരെ അംഗീകരിക്കുക. എൻ്റെ വിശ്വാസം എല്ലാവരും സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. ആരെങ്കിലും അത് സ്വന്തം മനസ്സാൽ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കാനും പാടില്ല. എൻ്റെ വിശ്വാസം പോലെ തന്നെ എൻ്റെ കൂടെ വസിക്കുന്ന ആളുടെ വിശ്വാസവും എനിക്ക് പ്രധാനപ്പെട്ടതാണ്. അത് ഞാൻ ബഹുമാനിക്കണം. അതാണ് ഞങ്ങളുടെ പൊസിഷൻ.